ഈ നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ ഐതിഹാസികമായ വർഗസമരത്തിനൊടുവിലാണ് ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ശ്രമിച്ച കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത്. അന്ന് നിയമം പിൻവലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യയിലെ കർഷകർ ഭൂരിഭാഗവും ദരിദ്രരാണ്, അവരുടെ വേദന മനസ്സിലാക്കുന്നു. നിയമം മൂലമുണ്ടായ ബുദ്ധിമുട്ടിൽ പ്രധാനമന്ത്രി കർഷകരോട് മാപ്പ് പറയുകയും ചെയ്തു. ഇനി കേന്ദ്രം സൗകര്യപൂർവ്വം മറന്ന മറ്റു ചില കാര്യങ്ങൾ പറയാം. കർഷക വിരുദ്ധമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന കർഷക സമരത്തിൽ ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 700-ലധികം കർഷകരാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ അവരുടെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാനോ പിന്നീട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സമരം ചെയ്ത കർഷകരുടെ ഇടയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി 8 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ BJP MP അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുടെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. കേസിന്റെ ഹിയറിംഗ് അവസാനം നടത്തിയ 2023 സെപ്റ്റംബർ 26-ന് ശേഷം വിചാരണ കോടതിയിൽ നിന്നും ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു സുപ്രീം കോടതി. കേന്ദ്രം സൗകര്യപൂർവ്വം മറന്ന ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വീണ്ടും കർഷകർ സംഘടിക്കുമ്പോൾ അതിനെ ഒരു സർക്കാർ നേരിടുന്നത് മുള്ളുവേലികളും ഇരുമ്പാണികളും കോൺക്രീറ്റ് മതിലുകളും തീർത്ത കർഷകരെ അന്നദാതാവെന്ന് ആവർത്തിക്കുന്ന കേന്ദ്രം അന്നദാതാക്കളെ ഭയക്കുന്നതെന്തിനാണ്? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, പ്രിന്റു മഹാദേവൻ BJP നേതാവ് എന്നിവരാണ്. പ്രിന്റു മഹാദേവ, ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞയാഴ്ച അവതരിപ്പിക്കുമ്പോൾ നിർമ്മല സീതാരാമൻ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും തവണയാണ് അന്നദാതാക്കൾ എന്ന വാക്ക് ആവർത്തിച്ചത്. ഇന്ന് അവർ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി ഒരു സമരം നടത്തുന്നു, രാജ്യതലസ്ഥാനം ലക്ഷ്യമാക്കി. ഈ വിധം ക്രൂരമായി രാജ്യദ്രോഹികളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവരെ പോലും അല്ലെങ്കിൽ അവരോട് സ്വീകരിക്കുന്ന സമീപനത്തിനേക്കാളും ക്രൂരമായി ഈ കർഷകരെ നേരിടുന്നതിന്റെ കാരണം എന്താണ്? അല്ല, ഞങ്ങൾക്കങ്ങനെ കർഷകരെ രാജ്യദ്രോഹികളെ പോലെ കാണുന്ന ആളുകളൊന്നുമല്ല. പറഞ്ഞല്ലോ, നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ, അന്നദാതാക്കളാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചുള്ള കർഷകരോട് എല്ലാ കാലഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാരും BJP-യും അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കർഷകർക്ക് അഭിമാനത്തോടുകൂടി കൃഷി ചെയ്യാനും അഭിമാനത്തോടുകൂടി അവൻ്റെ വേതനം വർദ്ധിപ്പിക്കാനും അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും സാധിച്ചതിൽ നമുക്കറിയാം ഈ രാജ്യത്തെ കർഷകൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ നടക്കുന്ന കർഷക സമരമായിക്കോട്ടെ, ആ സമരത്തോടും ഞങ്ങൾക്ക് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണുള്ളത്. കർഷകൻ്റെ ന്യായമായ ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കർഷകന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അധികാരത്തിലേറിയ സമയത്ത് പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു, രാജ്യത്തെ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുക. 1 ദരിദ്രർ, 2 സ്ത്രീകൾ, 3 യുവജനങ്ങൾ, 4 കർഷകർ. ഈ 4 പില്ലേഴ്സ്. അതിൽ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളെയും അനുഭാവപൂർവ്വം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ എല്ലാ കാലഘട്ടത്തിലും പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, നമുക്കറിയാം 2014 മുമ്പ് 24,000 കോടി രൂപയായിരുന്നു നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഈ കാർഷിക വിഷയങ്ങളിലേക്ക് നമുക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ വരാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളടക്കം പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുൻപ് എന്റെ ചോദ്യം, ഇപ്പോൾ പ്രിന്റു തന്നെ പറഞ്ഞതുപോലെ അന്നദാതാവ്, കർഷകർ എന്നോ ഫാർമർ എന്നോ എന്നുള്ള വാക്കുപോലും പ്രധാനമന്ത്രി ആ ബജറ്റിൽ പറഞ്ഞു കേട്ടില്ല. അന്നദാതാവ് എന്ന് പറയുമ്പോൾ ആ വാക്കിന് വിശാലമായ മാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഈ വിധം കോൺക്രീറ്റ് മതിലുകൾ തീർത്ത്, ഇരുമ്പാണികൾ തീർത്ത്, മുള്ളുവേലികൾ തീർത്ത് നിങ്ങൾ പ്രതിരോധിക്കുന്നത്. കർഷകർ എത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് വെച്ച് തന്നെ ടിയർ ഗ്യാസ് എറിയുന്നു അവർക്ക് നേരെ. ഈ നിലയിൽ കർഷകരെ, അവരുടെ സമരത്തെ പേടിക്കുന്നത് എന്തിനാണ്? ആ പേടിയാണല്ലോ ഈ നിലയിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ സർക്കാരിന് അങ്ങനെ കർഷകരെ പേടിക്കേണ്ടതിനാ? ഈ രാജ്യത്തിൻ്റെ അന്നദാതാക്കളായി രാജ്യത്തിന് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്ന ആളുകളെ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. പക്ഷേ ഒരു സുരക്ഷാ നടപടികളുടെ ഭാഗമായി നമുക്കറിയാലോ, കഴിഞ്ഞ കർഷക സമരമായിക്കോട്ടെ, ഈ സമരങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ കർഷക സമരത്തിനൊക്കെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും നമ്മുടെ ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായി ഡൽഹിയുടെ സുരക്ഷിതത്വം എന്ന രീതിയിൽ മാത്രമുള്ള മുൻകരുതലുകൾ മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ കർഷകരെ ഒരു ഭീകരരെ നേരിടുന്നത് പോലെയുള്ള ഒരു നടപടിയായിട്ട് നിങ്ങൾ കേന്ദ്ര സർക്കാർ നല്ല എല്ലാ സർക്കാരുകളും എടുക്കാറുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ജനതയുമാണ്. പക്ഷേ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഇതിനെ അസാധാരണമെന്ന് വിശേഷിപ്പിക്കുകയും ആ ചോദ്യം
ആവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഇതിനു മുൻപ് എവിടെയാണ് ഈ കോൺക്രീറ്റ് മതിലുകൾ തീർത്ത്, അത് പ്രിന്റ് കണ്ടിട്ടുണ്ടാകുമല്ലോ ദൃശ്യം, ഇരുമ്പാണികളുള്ള പാത തീർത്ത്, മുള്ളുവേലികൾ തീർത്ത്, വലിയ ട്രക്കുകൾ, ഒഴിഞ്ഞ ട്രക്കുകൾ കൊണ്ടിട്ട് അതിനുള്ളിൽ മണ്ണ് നിറയ്ക്കുകയാണ്. ആ ട്രക്കുകൾ അവർ തള്ളി മാറ്റാതിരിക്കാൻ വേണ്ടി, കണ്ടെയ്നറുകൾ തള്ളി മാറ്റാതിരിക്കാൻ വേണ്ടി അതിനുള്ളിൽ മണ്ണ് നിറയ്ക്കുകയാണ്. ഇതൊക്കെ ഏത് വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് പിന്തു? സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്കറിയാലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷകരും ആയിക്കോട്ടെ, ഇവിടെ തൊഴിലാളികളായിക്കോട്ടെ, എല്ലാ മേഖലയിലുള്ള ആളുകൾ ഡൽഹിയിൽ അനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സമരങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ സമരങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷമായിട്ട് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളിലൊക്കെ നയപരമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലൊന്നും പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2020 കണ്ട നമ്മളുടെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുണ്ട്. ഈ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലായിട്ട് മാത്രമാണ് അതിനെ കാണേണ്ടതുള്ളൂ. നമുക്കറിയാലോ, ഈ പൊതുവേ നമ്മൾ സമരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആളുകൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വരുന്നു, സമരം ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, പിരിഞ്ഞു പോകുന്നു. എന്നാൽ നമ്മൾ 2020 കണ്ടത് എന്താ? നമുക്കറിയാം, കൃത്യമായിട്ട് ഒരു പറ്റം തീവ്രമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൻ്റെ മുൻകരുതൽ എന്ന രീതിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ട്രാക്ടർ കൊണ്ടുപോയിട്ട് 25,000 ട്രാക്ടറോ 50,000 ട്രാക്ടർ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടതല്ലല്ലോ സമരം. 50,000 പേര് വരട്ടെ, 25,000 ട്രാക്ടർ കൊണ്ടുപോയിട്ട് ഒരു പ്രദേശത്ത് മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടതല്ലല്ലോ സമരം. അപ്പോൾ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹൈജാക്കാണ് ഉണ്ടെങ്കിൽ സർക്കാർ സ്വാഭാവികമായിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കണ്ട കാര്യങ്ങളെയൊക്കെയും, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെയൊക്കെയും കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിലും കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിരന്തരമായ സമരത്തിനൊടുവിലാണ് കേന്ദ്ര സർക്കാരിന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത്. അന്ന് ചിലർ അതിലേക്ക് കടന്നുകയറി, ഓർമ്മയുണ്ടല്ലോ നമുക്ക്, ഖലിസ്ഥാൻ വാദികൾ എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരക്കാരെ ചെറുക്കാനുള്ള മുൻകരുതൽ എന്ന് ഈ സമരത്തെ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെ കാണുന്നു താങ്കൾ? ഈ വിഷയം വളരെ ലഘൂകരിച്ച് വ്യാഖ്യാനിക്കാനായിരിക്കാം ഒരുപക്ഷെ BJPയിലെ സുഹൃത്തുക്കൾ, നേതാക്കളെല്ലാവരും തന്നെ വല്ലാതെ പരിശ്രമിക്കുക. ഈ വിഷയം അങ്ങനെ ലഘൂകരിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മുടെ രാഷ്ട്രം ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം നമ്മൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പാർലമെൻറ്റിലടക്കം വെച്ചിട്ടുള്ള റിപ്പോർട്ടാണ്, സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് C2+50 എന്നത്, അതായത് ഈ ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൃഷിയുടെ കാര്യത്തിൽ +50%, അങ്ങനെ നൽകിയാൽ മാത്രമേ കൃഷിക്കാരെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താനായി കഴിയൂ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതാണ്. അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും ആരും വെച്ചു പുലർത്താൻ സാധ്യതയില്ല. ഡോക്ടർ സ്വാമിനാഥൻ നമ്മുടെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദേശ രാഷ്ട്രങ്ങളിൽ ഈ ഭിക്ഷാപാത്രവുമായി ധാന്യത്തിന് വേണ്ടി, അങ്ങനെ PL 480 ഓർമ്മയുണ്ടല്ലോ, നമ്മളൊക്കെ വളരെ കുട്ടികളായിരിക്കുന്ന, ഞാനല്ല വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങൾ. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരൊക്കെ അതൊക്കെ ചിലപ്പോൾ കെട്ടുകഥ പോലെ ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കാം. അങ്ങനെ ഭിക്ഷാപാത്രവുമായി അദ്ദേഹം വിദേശത്ത് പോകുന്നത്, പണ്ഡിറ്റ് നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പോലും ശങ്കർ വരച്ചിട്ടുണ്ട്. അന്നത്തെ വലിയ നാഷണൽ ഡെയിലീസിലൊക്കെ വന്നിട്ടുള്ള ചില കാർട്ടൂണുകളൊക്കെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അവിടെ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ ഒരു പുരോഗതി, ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ, അത് നിലനിർത്തുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് കൂടിയായിരിക്കണം. അത്തരം കാര്യങ്ങളിലെല്ലാം ഡോക്ടർ സ്വാമിനാഥനും നമ്മുടെ അനേകം കൃഷിശാസ്ത്രജ്ഞന്മാരും വഹിച്ച പങ്കുണ്ട്. ഇവിടെ ഈ കർഷകർ മറ്റ് യാതൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ് പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത്. അല്ലാതെ കൃഷിപ്പണിയെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വരില്ല. ഞാൻ ഈ ആറ്റിങ്ങൽ മണ്ഡലം സംഭാവന ചെയ്ത ഒരു കൃഷിശാസ്ത്രജ്ഞനായിരുന്ന ഹേലി സാറിനെ, ഹേലിയെ ഞാൻ ഈ വേളയിൽ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൃഷിപ്പണി ഒരു പൂജ പോലെയാണ്. ആരാധനാലയത്തിൽ പൂജ കൃത്യമായ സമയത്ത് നടത്തുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ ഇതിനെല്ലാം തന്നെ, അത് വിത്ത് ഇട്ട് നട്ട് നനച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവരുന്നത് കൃത്യമായി ചെയ്യേണ്ടതായിട്ടുള്ളൊരു പണിയാണ്. അതൊരു ജോലി എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്, അതൊരു പൂജയാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കൃഷിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ഇന്ത്യ ഗവൺമെൻറ് അല്ല, സംസ്ഥാന സർക്കാരുകളല്ല, ഈ രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് കുടുംബങ്ങളല്ല.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നത് ഏത് മേഖലയിലാണ്? മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. കൃഷിയും അനുബന്ധ കാര്യങ്ങളിലുമാണ് അവരെല്ലാം ഏർപ്പെടുന്നത്. ഇപ്പോൾ BJP-യുടെ ചങ്ങാതിയുടെ പറയുകയുണ്ടായി ദേശവിരുദ്ധ ശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ ഇതിനേക്കാൾ വല്ലാത്ത കടുപ്പപ്പെട്ട വാചകങ്ങൾ മുമ്പും കേട്ടതാണ്. ഈ പ്രക്ഷോഭത്തെ ഇന്ത്യയുടെ മന്ത്രിമാർ, യൂണിയൻ മന്ത്രിമാർ, ആ മന്ത്രിമാർ ആക്ഷേപിച്ചത് പാർലമെൻറ്റിലും പുറത്തും പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ മറന്നുപോയിട്ടില്ല. മറവി എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ അനുഗ്രഹമാണെങ്കിലും മറവി അതൊരു മാറാവ്യാധിയായി മാറരുത്. പൊറുക്കുന്നത് നല്ലതാണ്, മറക്കുന്നത് നല്ലതല്ല. ഇന്ത്യയിലെ കർഷകരെ അടച്ചാക്ഷേപിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ പട്ടിണി കൂടാതെ ജീവിക്കുന്നതിന് കാരണം ആ കർഷകരും അവരുടെ കീഴിലുള്ള കർഷക തൊഴിലാളികളും അത്തരത്തിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ്. ഇവരിപ്പോൾ വന്നിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന് ആധാരമല്ല, അത് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒടുവിൽ ആ ഫാം ലോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാർഷിക നിയമങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് വിവിധ മാധ്യമങ്ങളിൽ കൂടി പരസ്യവും ഒക്കെയായി അത്തരത്തിൽ നൽകിയത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിൻവലിക്കുന്നു എന്നാണ്. അതൊരു പ്രത്യേക ഉത്തരേന്ത്യയിലൊരു പ്രത്യേക ദിനം കൂടിയാണ് ആ വിശേഷ ദിവസം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇതെല്ലാം നാട്യമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ പഞ്ചാബിലേക്കുള്ള ഇന്ധനം, പെട്രോൾ പഞ്ചാബിലേക്കുള്ളത് 50% കണ്ടത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഗ്യാസ് അങ്ങോട്ടേക്കുള്ളത് 20% വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ എന്താണ്, പഞ്ചാബ്, ഹരിയാന, UP, രാജസ്ഥാൻ, അങ്ങനെ ഈ ഡൽഹിയുടെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള ആ കൃഷിക്കാർ അവർ ഡൽഹിയിലേക്ക്, അവരുടെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാണ്, ഇത് ബധിരകർണങ്ങളിലാകരുത് അവരുടെ ഈ ആവശ്യങ്ങൾ, അവരുടെ രോദനങ്ങൾ അടുത്ത ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് അവരെ തള്ളിവിട്ടതാണ് വാസ്തവത്തിൽ. നേരത്തെ അവരുമായി ഉണ്ടാക്കിയ ഉറപ്പുകൾ, അവരോട് കൂടിയാലോചിച്ച് അത്തരത്തിൽ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം. ഇല്ലേ? 300 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി, ആ വൈദ്യുതി സൗജന്യമായി നൽകുക എന്നുള്ളത്, ഇതിന് സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി, അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, ഇതിൻ്റെ ഈ എല്ലാ വിളകളുടെയും ഈ താങ്ങുവില അത് പ്രഖ്യാപിക്കുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അവർ ഒരു തവണ അവരത്തരത്തിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇറക്കിയ കൃഷിക്ക് ആ വിളവിന് ന്യായമായ വില ലഭിച്ചില്ല എങ്കിൽ അവർക്ക് ജീവിക്കാനായി കഴിയില്ല. അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പട്ടിണി കാരണം ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിവിടപ്പെടും എന്നതാണ് അതിൻ്റെ അർത്ഥം. യെസ്, തീർച്ചയായും. പ്രിന്റു നോക്കൂ, ഇപ്പോൾ ഈ സമരത്തിലേക്ക്, ഈ സമരത്തെ നിങ്ങൾ ഈ നിരയിൽ മുൻകരുതൽ എടുക്കുമ്പോൾ പ്രിന്റു നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാ, കഴിഞ്ഞ തവണ കർഷക സമരം അവസാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് അവർ ഇപ്പോഴും ഉയർത്തുന്നത് എന്നുള്ളതാണ്. 2 വർഷത്തിന് ശേഷവും അതൊന്നും നടപ്പിലാക്കി കൊടുക്കാൻ ഈ സർക്കാരിനായിട്ടില്ല. ഇനി ഇപ്പോൾ നടത്തിയ സമരത്തിന്റെ ഈ സമരവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇതിന് എത്രയോ നാളുകൾക്ക് മുൻപേ കേന്ദ്ര സർക്കാരിന് നൽകിയതാണ്. അന്നും സമാനമായ രീതിയിൽ ഏകദേശം ഒരു 25,000 കർഷകർ പങ്കെടുത്ത മാർച്ചായാണ് ഇവർ ഇതിന്റെ ഒരു ഡിമാൻഡ് കർഷകർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുകയും പിന്നീട് ഇപ്പോൾ ഈ സമരത്തിലേക്ക് പോകുകയും ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ പ്രിന്റ് പറയുന്നത് പോലെ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ സമരത്തിന്റെ മുൻകരുതലുകളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രിന്റു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ മൈക്ക് അനൗൺസ്മെന്റ് വണ്ടികളിൽ നടന്നിരുന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കരുത്, അങ്ങനെ നിങ്ങൾ സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കും, നിങ്ങളുടെ മക്കളുടെ പഠിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കും, അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കിട്ടുകയില്ല. ഇതൊക്കെയാണോ സമരത്തിന്റെ മുൻകരുതൽ പ്രിന്റു? അല്ല, അപ്പം അതിനൊക്കെ നമ്മളൊരു എന്താ പറയുക, ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കാരണം ഒരു സർക്കാർ സംവിധാനം അങ്ങനെയൊക്കെ മൈക്ക് കെട്ടിക്കൊണ്ട് അങ്ങനെ പറയുമോ എന്നുള്ളതൊക്കെ സത്യമാണോ മിഥ്യയാണോ, അതൊരു സോഷ്യൽ മീഡിയ പ്രചരണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ആധികാരിക മറ്റൊരു കാര്യം രാവിലെ മുതൽ ഈ വിഷയം കാണുകയാണല്ലോ പ്രിന്റു, അത് സോഷ്യൽ മീഡിയ പ്രചരണമല്ല, അതിന് ഇരയായവർ നൽകിയ സൗണ്ട് ബൈറ്റുകളാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ശ്രീ എ സമ്പത്ത് പറഞ്ഞതുപോലെ ഇവിടേക്കുള്ള ഇന്ധനം, കർഷകർക്കുള്ള ഇന്ധനം ട്രാക്ടർ ഉപയോഗിച്ചാണല്ലോ സമരം. ആ ഇന്ധനം 50% വെട്ടിക്കുറയ്ക്കുന്നു. ഇന്റർനെറ്റ് നിരോധനം പിന്നെ നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ സമരം എന്ന് എഴുതി കാണിക്കുന്നതിന് മുൻപേയുള്ള ഇന്റർനെറ്റ് നിരോധനം. അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഇതൊക്കെയും കേട്ടുകേൾവി ഇല്ലാത്തതാണ്, മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ് പ്രിന്റു. അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർഷകരോട് ഞങ്ങൾക്ക് അനുഭാവം തന്നെയാണ്. കാരണം കർഷകർ ഈ രാജ്യത്തിൻ്റെ അന്നദാതാക്കളാണ്, ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഉന്നയിച്ചിട്ടുള്ള 10 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരണമല്ലോ. ഈ 10 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 8 കാര്യങ്ങളിലും രണ്ട് ചർച്ചയാണ് നടന്നത്. ഈ 2 ചർച്ചയിലും ധാരണയായതാണ്. പിന്നെ പ്രധാനമായും 2 കാര്യങ്ങളുടെ ധാരണയാണ് ഈ കർഷക സമരം വീണ്ടും കർഷകർ പ്രക്ഷോഭത്തിനിറങ്ങാനുള്ള കാരണം. ഈ 10 ഇവർ പറഞ്ഞ 10 ഡിമാൻഡ് ഉണ്ട്. അതിനകത്ത് 8 കാര്യങ്ങളിലും അനുഭാവപൂർണ്ണമായിട്ടുള്ള
നിലപാടുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. സ്വാഭാവികമായി രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അങ്ങനെയാണല്ലോ, കർഷകരുമായിട്ട് ചർച്ച ചെയ്തായിരുന്നിട്ടില്ല, 2 തവണ ചർച്ച കഴിഞ്ഞു, ഇനിയും നാളെയും ചർച്ചയുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കർഷകരെ എത്തിച്ചതിന് പിന്നിലുള്ള ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊക്കെ സത്യത്തിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടി ഉണ്ടാവണമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സമ്പത്ത് സാറൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് ഈ രാജ്യത്തിലെ കർഷകർക്ക് ഈ രീതിയിലേക്കുള്ള ഗതികേടിലേക്കും സമരത്തിലേക്കും പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാരാണ്. നോക്കണം നിങ്ങൾ, ഇപ്പോൾ ഘാട്ട് കരാറും ASEAN കരാറും, ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ പ്രക്ഷോഭത്തിൽ ചർച്ചകർക്ക് പ്രധാനമായിട്ടും ഒരു എതിരഭിപ്രായമുള്ളത്. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 2 ആവശ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള എല്ലാ വിദേശ വാണിജ്യ കരാറുകളിൽ നിന്നും നമ്മൾ പിൻവാങ്ങണമെന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു രാജ്യം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിനകത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അതും അനുഭാവപൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, സുസ്ഥിര വികസനത്തിന് വേണ്ടി പരിഗണിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ നോക്കൂ, ഇവരുന്നയിച്ച ഏത് കാര്യത്തിലാണ് അനുഭാവപൂർണ്ണമായിട്ടുള്ള കാര്യം കേന്ദ്ര സർക്കാർ പറയാത്തത്? വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. അതും സ്ഥിരം ഏർപ്പാടാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് സർക്കാരുകൾ നിഷ്ക്രിയമായിട്ടുണ്ട് എന്നുള്ള വാദം ഞാൻ തള്ളിക്കളയുന്നുമില്ല. പക്ഷേ നോക്കൂ, ASEAN കരാറിന്റെ കാര്യം പിന്തു പറയുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ വരാം. നോക്കൂ, 2013 UPA സർക്കാരിന്റെ കാലത്ത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ഈ ASEAN കരാറുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. അന്ന് UPA സർക്കാരാണ് ഭരിക്കുന്നത്. അന്ന് ഈ വിഷയം ഉയർത്തുന്നത് BJP ആണ്. ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ അംഗങ്ങളും, BJPയുടെ എല്ലാ അംഗങ്ങളും ASEAN കരാറുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കണം എന്ന ആവശ്യം മുന്നിലേക്ക് വെക്കുന്നു. അതിന്റെ ചെയർമാനായിരുന്നത് BJP നേതാവായിരുന്ന ശാന്തകുമാർ ആയിരുന്നു. ആ ശാന്തകുമാർ അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു, ഈ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതായിരുന്നു BJPയുടെ നയം. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ വന്ന ശേഷം എങ്ങനെയാണ് പ്രിന്റു ആ നയം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത്? നോക്കൂ, അതിനുശേഷം 7 സ്വതന്ത്ര വ്യാപാര കരാറുകളാണ് നിങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അല്ല, രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത് തെറ്റില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള നയപരമായിട്ടോ അല്ലെങ്കിൽ അത് പിന്മാറാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ കർഷകരുടെ സഹായവുമായി ബന്ധപ്പെട്ട്, സബ്സിഡിയുമായി ബന്ധപ്പെട്ട് പോലും, ഈ ഘാട്ട് കരാറുമായി ബന്ധപ്പെട്ട്, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ അതിനെ മറന്നുകൊണ്ടിട്ടായിരുന്നു നമ്മൾ സമ്മാൻ നിധി, കിസാൻ സമ്മാൻ നിധി, ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ പല പ്രശ്നങ്ങളുണ്ടെന്ന്. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു നമുക്കറിയാം ഈ രാജ്യത്തിൽ 11 കോടി പറഞ്ഞ വാദം ശരിയാണ്. ഇതിനു മുൻപുള്ള കോൺഗ്രസ് സർക്കാരുകൾക്ക് ഈ കാര്യത്തിലുള്ള റോള്, ഇനി ASEAN കരാറിൽ നിന്നും പെട്ടെന്ന് രാജ്യത്തിന് പിന്നിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ചോദ്യം, അതൊക്കെ ചോദ്യമായി നിൽക്കുന്നു. അത് ചോദ്യമായി നിൽക്കെ തന്നെ ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാർ ഭരിക്കുന്ന സമയത്ത് സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് പിന്മാറണമെന്ന ഒരേ സ്വരത്തിൽ ആവശ്യമുയർത്തിയ BJP ഇന്ന് അധികാരത്തിൽ വരുമ്പോൾ ആ വിഷയത്തെ കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ BJP നേരത്തെ പറഞ്ഞ മാനദണ്ഡം അധികാരമാണോ? അങ്ങനെ കണ്ടില്ല, അങ്ങനെ അസിത അല്ല, അധികാരത്തിൻ്റെ മാനദണ്ഡം മാത്രമല്ല, ആഗോളതലത്തിലുള്ള രാജ്യങ്ങളുമായി ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നത് രാജ്യത്തിന് സാങ്കേതികപരമായി ഒരു സുപ്രഭാതത്തിൽ പിന്മാറാൻ അതും പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളും പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ കരാറിൽ നിന്ന് പിന്മാറാവുന്ന രീതിയിലേക്ക് ഭാരതം വളരും. ആ വളരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫ് ഡിപ്പെൻഡ് ആകുന്ന സാഹചര്യത്തിൽ ഈ കരാറിൽ പിന്മാറും. അപ്പോൾ സാങ്കേതികമായിട്ട് ഒരു കരാർ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലൊന്നും ഒരു കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ പാപം മുഴുവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തിൽ ഈ ജനതയെ ഈ രീതിയിലേക്ക് മാറ്റിയതിന് പിന്നിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നയം തന്നെയാണ്. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് മാത്രമേ കേന്ദ്ര സർക്കാരിന് പിൻവാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കരാറിന് എങ്ങനെ പിൻവാങ്ങാൻ സാധിക്കാം? ആഗോളതലത്തിലുള്ള ചില കമ്മിറ്റ്മെന്റ് ഉണ്ടാവാം, ആഗോളതലത്തിലുള്ള ട്രേഡ് ഉണ്ടാവാം, WTO പോലുള്ള എഗ്രിമെന്റുകൾ ഉണ്ടാവാം. വർഗ്ഗസമരം കർഷകർ നയിച്ചിട്ടില്ല ഇതിനു മുൻപ്. അത് ഉണ്ടാകുന്നത് ഈ സർക്കാരിനെതിരെയാണ്, ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ്. പ്രിന്റു അല്ല, ഞാൻ പറയട്ടെ, വർഗ്ഗസമരം എന്നൊക്കെ പറയുമ്പോൾ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒന്ന് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2020 കൊണ്ടുവന്ന ബില്ല് വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ആ ബില്ലിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട കർഷകന് ന്യായമായിട്ടുള്ള എല്ലാ സമയത്തും നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന കർഷകൻ എല്ലാ കാലഘട്ടത്തിലും ദാരിദ്ര്യത്തിലാണ്, അവൻ പട്ടിണിയിലാണ്, അവൻ ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നോക്കൂ, ഇവൻ്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന മധ്യവർഗമുണ്ട്.
ഇവിടുത്തെ മണ്ടികളുണ്ട്. ഈ മണ്ടികളെ നിയന്ത്രിക്കുന്ന ദശകോടീശ്വരന്മാരായിട്ടുള്ള ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ 20,000-ഓളം പ്രദേശങ്ങളിൽ നിൽക്കുന്ന മണ്ടികളാണ്. ഈ മണ്ടികളിൽ നിന്ന് മോചിപ്പിക്കാൻ സത്യത്തിൽ ഈ കർഷക ബില്ല് കൊണ്ടുവന്നത്. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. സത്യത്തിൽ ഈ ഭാരതത്തിലെ കർഷകന് ആശ്വാസമാകേണ്ട ബില്ലായിരുന്നു. അവൻ്റെ വിള, അവൻ്റെ ഉൽപ്പന്നം അവൻ ഇഷ്ടമുള്ള ആൾക്ക് ഉയർന്ന വിലയ്ക്ക് കിട്ടാവുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ നമുക്ക് സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ആ ബില്ല് പിൻവലിച്ചു. ഞങ്ങൾക്ക് കർഷക ആവശ്യകതയെക്കുറിച്ച് പ്രിന്റ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പം നമ്മൾ റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കൂ, റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ UPA സർക്കാരിൻ്റെ സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ സമയത്തും ഇപ്പോഴത്തെ നിങ്ങളൊന്ന് നോക്കൂ. നമുക്ക് ചില കാര്യങ്ങൾ ഇറക്കുമതി തീരുവ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ സാർ, നിങ്ങൾ നോക്കൂ, 2011 അരിയുടെ താങ്ങുവില എന്ന് പറയുന്നത് 1000 രൂപ. നിങ്ങൾ മനസ്സിലാക്കണം, UPA സർക്കാരുള്ള സമയത്ത്. ഇന്ന് അരിയുടെ താങ്ങുവില 2183 രൂപ. രണ്ടാമത് നിങ്ങൾ പറയുന്നത് ഗോതമ്പിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് 1050 രൂപ. ഇന്ന് ഗോതമ്പിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് 2275. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ റബ്ബർ പ്രൊഡക്റ്റുകളുടെ നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള റബ്ബറിൻ്റെ ഉൽപ്പാദനവും റബ്ബർ കർഷകർക്കും അതിന് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കൂ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ കേന്ദ്ര സർക്കാർ ഒരു കാലഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല. മേഖലയെക്കുറിച്ചോ കേന്ദ്ര സർക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പ്രിന്റ് മറുപടി പറയണം. 2, ഇപ്പോൾ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആസിയൻ കരാർ പ്രകാരം 2022 തീരുമാനിച്ച ഇറക്കുമതി തീരുവയിൽ നോക്കൂ, ക്രൂഡ് പാം ഓയിലിൽ 45% 5.5% ഈ കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കുറച്ചത്. ശുദ്ധീകരിച്ച പാം ഓയിൽ 60% നിന്ന് 15.5% ഇറക്കുമതി തീരുവ കുറയ്ക്കുകയാണ്. ഇത് ആരെ സഹായിക്കാനാണ് പ്രിന്റു? ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കാനാണോ? നോക്കൂ, ഈ 2 ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൽ, ഈ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ 64% ഒരേ ഒരു കമ്പനിയാണ്, ഒരേ ഒരു വ്യക്തിയാണ്, അദാനി എന്ന വ്യക്തി. ഈ മാറ്റം വന്നതിന് ശേഷം അതിന് മുൻപത്തെ തവണ 4% അവരുടെ ലാഭവിഹിതം 8% ഉയർന്നത്. അപ്പോൾ ഈ നയങ്ങളൊക്കെ ആരെ സഹായിക്കാനാണ് പ്രിന്റു? അല്ല, ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ആരെങ്കിലും സഹായിക്കുന്നതിനപ്പുറത്ത് കർഷകൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ നേരെ പറഞ്ഞു അടിസ്ഥാന ജനവിഭാഗം. അപ്പോൾ നോക്കൂ, നമ്മുടെ നാളികേരമായിക്കോട്ടെ, ഈ താങ്ങുവില എന്ന് പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന രീതിയിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇവിടുത്തെ കർഷകന് അവർ കൃഷി ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകിയതാണ് സർക്കാരിലെ. ഞാൻ പറയാം കേരളത്തിൽ ഞാൻ പറയാം ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. സമയം ക്ഷമിക്കണം. നോക്കൂ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ക്രൂഡ് ഞാൻ ചോദിക്കട്ടെ പ്രിന്റു, എന്റെ ചോദ്യം അവിടെ ചോദ്യമായി നിൽക്കുകയാണല്ലോ. പ്രിന്റു മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടല്ലേ അത് ആവർത്തിക്കേണ്ടി വരുന്നത്. ക്രൂഡ് പാം ഓയിൽ ആയിക്കോട്ടെ, ശുദ്ധീകരിച്ച പാം ഓയിൽ ആയിക്കോട്ടെ, ഇവയൊന്നും ഒരുപക്ഷെ സാധാരണക്കാർ കേൾക്കുമ്പോൾ നമ്മളെ നേരിട്ട് ബാധിക്കാത്തതാണല്ലോ എന്ന് കരുതും. പക്ഷേ നോക്കൂ, ഈ ക്രൂഡ് പാം ഓയിൽ 45% നിന്നും ഇറക്കുമതി തീരുവ 5.5% കുറയ്ക്കുന്നു. ശുദ്ധീകരിച്ച പാം ഓയിൽ 60% നിന്നും 15.5% ഇറക്കുമതി തീരുവ കുറയ്ക്കുമ്പോൾ അത് സഹായകരമാകുന്നത് പ്രിന്റ് പറയുന്നത് പോലെ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്കല്ല, അദാനി എന്ന ഒറ്റ ഗ്രൂപ്പിനാണ്. 64% ഈ 2 സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന അദാനി എന്റർപ്രൈസസിന് വേണ്ടി, അദാനി ഗ്രൂപ്പിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ കർഷക സ്നേഹത്തെക്കുറിച്ച് വാദോരാതെ പറയുന്നു. എങ്ങനെ ശരിയാകും പ്രിന്റു ഇത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ചില മേഖലയിൽ ചില ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് നമുക്ക് ചർച്ചയെ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കൃഷി ചെയ്യുന്ന നാളികേര മേഖല, റബ്ബർ മേഖല, ഗോതമ്പ്, അരി, നിങ്ങൾ നോക്കി, ഇത് പ്രധാനമാണ്. അരിയും ഗോതമ്പും നാളികേരവും റബ്ബറും, ഈ 4 മേഖലയിലെ താങ്ങുവില നിങ്ങളൊന്ന് പരിശോധിക്കൂ. UPA സർക്കാരിൻ്റെ സമയത്തും കേന്ദ്ര സർക്കാരിന് താങ്ങുവില നോക്കൂ. ഇപ്പോൾ അഭിമാനത്തോടു കൂടി മലയാളി വീണ്ടും നെൽകൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ കേന്ദ്ര സർക്കാരാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അതിനു മുമ്പ് കർഷകന് പേടിയായിരുന്നു. ഇപ്പം നോക്കൂ, കർഷകന് കൃഷി ചെയ്ത് 2 തരത്തിലുള്ള ഗുണമാണ്. അവൻ ഏതെങ്കിലും തരത്തിലുള്ള വിളനാശം വന്നാൽ അവൻ ഫസൽ ഭീമാ യോജന പ്രകാരം സ്വാഭാവികമായിട്ട് അവൻ്റെ എത്രയാണോ മുടക്കുമുതൽ അതിൻ്റെ ഇരട്ടി പണം അവന് കിട്ടും.
അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 4 കോടി കർഷകർക്കാണ് ഫസൽ ബീമാ യോജന പ്രകാരം ഈ രാജ്യത്ത് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കണം, ഇത് വെറുതെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ, സമ്പത്ത് സാറിനെ പോലെയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. 4 കോടി കർഷകർക്കാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഈ ഫസൽ ബീമാ യോജന പ്രകാരം കൃഷിനാശത്തിനുള്ള പണം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടിസ്ഥാന ജനവിഭാഗം, ഇപ്പോൾ പാം ഓയിൽ പോലുള്ള കേസുകൾ നിങ്ങൾ മാറ്റിവെക്കൂ, ഞാൻ അതിലകത്ത് ഏതെങ്കിലും തീരുവയിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, അസിത പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് റബ്ബർ ആയിക്കോട്ടെ, ഗോതമ്പ് ആയിക്കോട്ടെ, അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു അദാനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു തീരുമാനം അങ്ങനെ എടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. സ്വാഭാവികമായി ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് അതത് സാഹചര്യങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ 90% കർഷകനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, കരിമ്പ് 5 കോടി ജനങ്ങൾ ചെയ്യുന്ന മേഖലയാണ് കരിമ്പ് കൃഷി. ഇന്ന് കരിമ്പിൻ്റെ അടിസ്ഥാന വിലയാണ് UPA സർക്കാരിൻ്റെ സമയത്ത് ആ കരിമ്പ് കിൻഡലിന് 115 രൂപയാണെങ്കിൽ ഇന്ന് കിൻഡലിന് 425 രൂപയാണ്. അപ്പോൾ കരിമ്പ് കൃഷി, അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, നാളികേരമായിക്കോട്ടെ, അടിസ്ഥാനം നമുക്കറിയാലോ, ഈ 4 മേഖലയിലും ഇന്ന് കർഷകന് എന്ത് ചെയ്യും, അവൻ സ്വതന്ത്ര ബോധത്തോടുകൂടി ആത്മാഭിമാനത്തോടെ കൃഷിയിലേക്ക് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ കണക്കുകളെ തുലനം ചെയ്യുന്നത് പ്രിന്റു. അപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഏതെങ്കിലും തരത്തിൽ ചെറിയ വർധനവ് ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് ആ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് എന്നതുകൂടി പറയണം. ഇത് രണ്ടും കൂടെ ടാലിയാകുമ്പോഴാണ് ഈ കണക്കുകൾ കർഷകന് ഏതെങ്കിലും തരത്തിൽ ലാഭമാകുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഞാൻ മടങ്ങി വരാം. ശ്രീ സമ്പത്ത് നോക്കൂ, 2014 BJPയുടെ പ്രകടന പത്രികയിൽ ഈ കർഷകന്റെ മുടൽ മുതക്ക അവൻ ഏതെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക അത് 1.5 ഇരട്ടിയായി തിരിച്ചു നൽകും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. 2014 കേട്ടോ, 2019 ഇത് ഉണ്ടായതുമില്ല. അങ്ങനെ ഇത് നടപ്പിലാകാത്ത ഘട്ടത്തിൽ കർഷകർക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുന്നു. അന്ന് കേന്ദ്രം എടുക്കുന്ന നിലപാട് അങ്ങനെയൊരു നിയമം അല്ലെങ്കിൽ അങ്ങനെയൊന്ന് നടപ്പിലാക്കിയാൽ അത് മാർക്കറ്റിനെ ബാധിക്കുമെന്നാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏതാണ് ശ്രീ സമ്പത്ത്? ഈ നമ്മൾ ഈ ഫാം ബില്ലുകളെക്കുറിച്ച് അങ്ങനെയാണല്ലോ ചുരുക്കപ്പേരിൽ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ സമയം കുറവാണെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ 2020 ജൂൺ മാസം 2020 തിരക്കിട്ടൊരു ഓർഡിനൻസാണ് പുറപ്പെടുവിച്ചത്. ആ പുറപ്പെടുവിച്ച ഓർഡിനൻസിനെ രാഷ്ട്രപതിയെ കൊണ്ട് അങ്ങനെയാണല്ലോ, ആസ് പെർ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ യൂണിയൻ ഗവൺമെൻറ്, അങ്ങനെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം, ആ തീരുമാനം രാഷ്ട്രപതിയെ കൊണ്ട് ഓർഡിനൻസായി ഒപ്പുവെച്ചതാണ് ഒന്ന്. ദി ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസസ് ബിൽ 2020 ഇതും അതുപോലെ തന്നെ വന്നതാണ്. ദി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2020. ഇത് രസകരമായ കാര്യം അറിയാമോ? അതായത് ഒരു കൃഷിക്കാരൻ, അങ്ങനെ കോടിക്കണക്കിന് കൃഷിക്കാർ, അത് നെല്ലും കരിമ്പും ഗോതമ്പും മാത്രമൊന്നുമല്ല, ഈ നാട്ടിലെ നിരവധി പച്ചക്കറി അത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്നവർ, കൃഷി എന്നുള്ളതിൽ നിങ്ങൾ എന്തൊക്കെ പെടുത്തിയിട്ടുണ്ടോ ആ വിഭവങ്ങളെല്ലാം അവിടെ ഈ പറയുന്ന ഈ പല ഫേംസും, നമ്മൾ ഈ ട്രേഡിൻ്റെ കാര്യം, ഇപ്പോൾ മാർക്കറ്റാണല്ലോ ചോദിച്ചത്, ആ മാർക്കറ്റിലേക്ക് നമ്മുടെ ഈ കൺസ്യൂമർ പ്രോഡക്ട്സ് അത്തരത്തിൽ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള പുതിയ ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ അമേരിക്കയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ ജനങ്ങളിൽ അവർ ഒരു ഹയർ ഇൻകം ഗ്രൂപ്പ് പ്ലസ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിൽ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മുഖാന്തരം നൽകുന്നതിന് ഇതിൻ്റെ എല്ലാം കുത്തക സംഭരണം നടത്തണം. ആ കുത്തക സംഭരണം നടത്തുന്നതിന് ഇവരുമായി, കൃഷിക്കാരുമായി എഗ്രിമെൻ്റ് വയ്ക്കുന്നത്, ഈ പറഞ്ഞ രണ്ടാമത്തെ ബില്ല് അതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിയമപ്രാബല്യം നൽകുന്നത്. അതായത് കൃഷിക്കാരൻ വിളവിറക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഈ പറയുന്ന ട്രേഡേഴ്സുമായി, അല്ല ഈ ഫേമുമായി, ഈ കോർപ്പറേറ്റുമായി അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിൽ ആ കരാറിൽ പറഞ്ഞിട്ടുള്ള ആ തുകയ്ക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി ആ പറഞ്ഞ സമയങ്ങളിൽ അങ്ങനെ കൃത്യമായി നൽകാൻ കഴിയാതിരുന്നാൽ അവർ അതിന് പെനാൽറ്റി കൊടുക്കേണ്ടതായ അവസ്ഥയിലേക്ക്, അവർ പിഴ നൽകേണ്ടതായ അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ അവരുടെ കൃഷിഭൂമി അടക്കം കണ്ടുകെട്ടിപ്പോകും എന്നുള്ളതാണ് ചുരുക്കം. ഇവിടെ ആരെയാണ് രക്ഷിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കർഷകരെയാണ് രക്ഷിക്കുന്നത് എങ്കിൽ നമ്മൾ 2023, 2022, 2023, 2023-24 ആ വർഷങ്ങളിലെ ബഡ്ജറ്റ് ഒന്ന് പരിശോധിക്കുക. പുതിയ ബഡ്ജറ്റ് ഇപ്പോഴാണല്ലോ വന്നത്. 2022-23, 2023-24 മുതലായ ബഡ്ജറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഭക്ഷ്യ സബ്സിഡിയിൽ മാത്രം 60,470 കോടി രൂപയുടെ വെട്ടിക്കുറവുണ്ടായിട്ടുണ്ട്.
എന്ന് മാത്രമല്ല അവിടെ ഈ രാസവള സബ്സിഡി, ആ രാസവള സബ്സിഡിയിൽ 62,445 കോടി രൂപയുടെ വെട്ടിക്കുറവുണ്ടായിട്ടുണ്ട്. മറ്റു പലതിലും ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ ഞങ്ങൾ കൃഷിക്കാരോടൊപ്പമാണ്, ഞങ്ങൾ കൃഷിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയും ഇതിലെന്തെങ്കിലും അവിടെ പോരായ്മയുണ്ട് എങ്കിൽ, പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പണ്ട് കാലത്ത് നടന്നതാണ്, അത് UPA ഗവൺമെൻറ്റിൻ്റെ കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എന്തെങ്കിലും നല്ലതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ കാരണമാണ് ഈ നല്ലതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമായ അതൊരു മര്യാദയല്ല. ഈ ഗവൺമെൻറ് സമസ്ത മേഖലകളിലും ജനവിരുദ്ധമായ നയങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. ഈ ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് എങ്ങനെയെന്നറിയാമോ? BJPയിലെ ചങ്ങാതിയും നമ്മുടെ ഈ പ്രേക്ഷകരും എല്ലാം അറിയണമല്ലോ. കേരളത്തിൽ നിന്നടക്കം അത്തരത്തിൽ പാർലമെൻ്റ് അംഗങ്ങളായിട്ടുള്ള പലരെയും അവിടെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അവർ വോട്ടിങ്ങിൽ പങ്കെടുക്കാനോ ഭേദഗതി നിർദ്ദേശിക്കാനോ പോലും കഴിയാത്ത നിലയിൽ ദിവസങ്ങളോളം അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത്, ഓർമ്മയില്ലേ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ അവരങ്ങനെ ആ തണുപ്പത്ത് പോലും അവർ കുത്തിയിരുന്നത്, അവിടെ പുതപ്പും വിരിച്ച് മറ്റ് പാർട്ടികളിൽപ്പെട്ടവർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ അവർക്ക് ഐക്യദാർഢ്യവുമായി അവിടെ എത്തിയത്, ദിവസങ്ങളോളം അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ധൃതിയിൽ ഈ ബില്ലുകൾ പാസ്സാക്കിയത്. ഇത് രാജ്യത്തിന് അഭിമാനകരമാണ് എന്നാണ് അന്ന് പല മന്ത്രിമാരും പറഞ്ഞത്. ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ഖാലിസ്ഥാൻവാദികളെന്നാണ് വിളിച്ചത്. പഴയ ചർച്ചകളൊന്നും എടുത്താൽ മതി, ആർക്കൈവ്സിൽ കാണും, വിവിധ ഈ മീഡിയകളുടെ എല്ലാം ആർക്കൈവ്സിൽ ഉണ്ടാവും. ദേശദ്രോഹികളാണ്, വഞ്ചകരാണ്, രാജ്യദ്രോഹികളാണ്, ഇതൊക്കെയാണ് അന്ന് അവരെ വിളിച്ചത്. പിന്നീടാണ് അതിൽ നിന്ന് പുറകോട്ട് പോയത്. ആരാ പുറകോട്ട് പോയത്? പുറകോട്ട് പോയത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ട് പുറകോട്ട് പോകേണ്ടി വന്നു? ആ തെറ്റ് അങ്ങനെയെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ശരി, നമ്മളൊരു കരാറിൽ ഒപ്പുവെച്ചു, ആരുമായിട്ട്? ഇത്തരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുമായി. ആ കരാറുകളിൽ ഒന്നിലേറെ കരാറുകളുണ്ടല്ലോ. ഈ കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ന്യായമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ഈ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? അന്നും നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല. ഈ ഗവൺമെൻറ് ഇത് നടത്താനായി ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം ഭരണഘടനയിൽ അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ് ഏതെങ്കിലും ഇൻ്റർനാഷണൽ ട്രീറ്റീസിൽ ഒപ്പുവയ്ക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് യൂണിറ്റ്സുമായി നമ്മുടെ സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ലോക്സഭയിൽ ഞങ്ങളോട് പറഞ്ഞത്. ആര്? ഈ NDAയുടെ തന്നെ മന്ത്രിമാർ അക്കാലത്ത് പറഞ്ഞത്. 5 കൊല്ലത്തിന് മുമ്പ് ഞാനടക്കം കേട്ടതാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച്. അതേസമയം US അടക്കമുള്ള ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാൻ വരുന്നതിന് മുമ്പ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പഠനവും ഗവേഷണവും അവരുടേതായ എക്സർസൈസ് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിവിധ സ്റ്റേറ്റുകളുമായി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് അവർ വരാറുള്ളത്. നമ്മൾ നേരെ അവിടേക്ക് പോവുകയാണ്, നമ്മൾ ഇതിലെല്ലാം ഒപ്പിടുകയാണ്. ഈ റബ്ബറിൻ്റെ, സ്വാഭാവിക റബ്ബറിൻ്റെ, റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇടിവുണ്ട്. ആ ഇടിവെല്ലാം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴും അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. ആരാ തുടക്കം കുറിക്കേണ്ടത്? അത് യൂണിയൻ ഗവൺമെൻറ്റല്ലേ തുടക്കം കുറിക്കേണ്ടത്. ഇവിടെ ഒരു വല്ലാത്ത സെല്ലിംഗ് സ്പ്രീയിലാണ്. എന്തിൻ്റെ സെല്ലിംഗ് സ്പ്രീയിലാണ്? പൊതുമേഖലയുടെ സെല്ലിംഗ് സ്പ്രീയിലാണ്, പ്രകൃതി സമ്പത്തിൻ്റെ സെല്ലിംഗ് സ്പ്രീയിലാണ്. കൃഷിക്കാരുടെ ഭൂമിയടക്കം പിടിച്ചെടുത്ത് ഇത്തരത്തിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുക. ഇനി പിടിച്ചെടുക്കാനുള്ള, നമ്മൾ എല്ലാം ഇങ്ങനെ വിൽക്കുകയാണല്ലോ, എല്ലാം നമ്മൾ വിൽക്കുകയാണല്ലോ. ആ വിറ്റാണല്ലോ നമ്മൾ പറയുന്നത്. ഡിമോണിറ്റൈസേഷന് ശേഷം ഇപ്പോൾ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനും ഇതിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖല, ആ പൊതുസമ്പത്ത് വിറ്റാണ് ഈ വരുമാനം എന്ന് പറയുന്നത്, ഇല്ലേ? വിത്തെടുത്ത് കുത്തുന്നത് പോലെ. ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാരുടെ ഭൂമി, ആ കൃഷിഭൂമി പിടിച്ചെടുത്ത് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് മറ്റുമെല്ലാം നൽകുക എന്നു, കോർപ്പറേറ്റ് ഫാമിംഗ് കൊണ്ടുവരിക. പല ആളുകളും അതിനുവേണ്ടിയുള്ള ലോബിയിങ് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ലോബിയിങ് അത് നിയമവിധേയമല്ല എങ്കിൽ പോലും US-ൽ നിയമവിധേയമായിട്ടുള്ള ലോബിയിങ്ങിൻ്റെ മറ്റു പല രൂപങ്ങളും ഇന്ത്യയിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇതിങ്ങനെ കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങളിലേക്കാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കുക. ഈ സമരത്തെ ഇങ്ങനെയല്ല, ഇങ്ങനെ നേരിടരുത്, ചർച്ചയാണ് നടത്തേണ്ടത്. അവർ കർഷകരാണ്, അവരാണ് നമ്മൾ അന്നം മൂട്ടുന്നത്. അവരെ തല്ലുന്ന, ലാത്തി പിടിക്കുന്ന പോലീസുകാരനും കുടുംബാംഗങ്ങളും കഴിക്കുന്നത് ആ കൃഷിക്കാരനും അവൻ്റെ വീട്ടുകാരും ഉണ്ടാക്കിയ ധാന്യമണികളാണ്, പച്ചക്കറികളാണ്. നമ്മളടക്കം കഴിക്കുന്നത് അവർ കൃഷി ചെയ്ത, അവരുടെ രക്തവും വിയർപ്പും വീണ മണ്ണിൽ വിളഞ്ഞതാണ് നമ്മൾ കഴിക്കുന്നതായ ധാന്യങ്ങൾ. അവരുടെ മേലാണ് ടിയർ ഗ്യാസ്, അവരുടെ നേർക്കാണ് തോക്ക് ചൂണ്ടുന്നത്. ആ തോക്ക് ചൂണ്ടാൻ ഇനി പട്ടാളക്കാരനെ ഇറക്കിയാലും അറിയണം ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം എല്ലാം പറയുമ്പോൾ ജയ് ജവാൻ ഇല്ല എങ്കിൽ, ജയ് കിസാൻ ഇല്ല എങ്കിൽ ജയ് ജവാൻ ഇല്ല. ആ ജയ് ജവാൻ അടക്കം, ഇവർ ഗവൺമെൻറ് അടക്കം, ഈ രാഷ്ട്രമടക്കം നിലനിൽക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവരുള്ളത് കൊണ്ടാണ്. അവരെ കൃഷിപ്പണിയിൽ നിന്ന് അവർ വിട്ടയച്ചു പോവുക എന്നത്, ആത്മഹത്യാ മുനമ്പിലേക്ക് അവരെ തള്ളിവിടുക എന്നുള്ളത്, ഈ കർഷക തൊഴിലാളികൾ അവരെല്ലാം കൃഷി പണിയിൽ നിന്ന് അവർക്ക് തൊഴിലില്ലാതാവുക എന്നത് സ്ത്രീകളടക്കമുള്ള കോടിക്കണക്കിന് ആളുകളെയാണ് വല്ലാതെ ബാധിക്കുക. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഏതെങ്കിലും പാർട്ടികൾ ജയിക്കുക, ചിലർ പരാജയപ്പെടുക, അതെല്ലാം വേറെ വിഷയം. ഇത് സ്ഥായിയായ വിഷയമാണ്. ഈ നാടിലെ മണ്ണിൽ അവർ ഉറച്ചു നിന്ന് പണിയെടുക്കുക, അഭിമാനിക്കുക, അവർക്ക് ന്യായമായ വില ലഭിക്കുക. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ എന്തേ ഇപ്പോഴും അമാന്തം?
പ്രിന്റു അത് ഡയറക്റ്റ് ചോദ്യമാണ്. പറയൂ. ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ പ്രിന്റു നേരെ കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കണ്ട. അതിനുശേഷമുള്ള 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു ആ റിപ്പോർട്ടിന്മേൽ? അല്ല, ക്രമാനുഗതമായിട്ട് എം എസ് സ്വാമിനാഥൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരാണെന്നുള്ളത് കാര്യം നമ്മുടെ ആദരണീയനായിട്ടുള്ള കൃഷിമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിക്കൊണ്ടാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തിനെ ആദരിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പറയുമ്പോൾ നേരത്തെ ഈ അസിത ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ അടിസ്ഥാന കർഷകൻ്റെ ക്ഷേമത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് FPOകൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, 10,000 ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അവൻ്റെ ഈ നേരത്തെ സമ്പത്ത് സാറ് പറഞ്ഞ പോലെ പച്ചക്കറി കർഷകനായിക്കോട്ടെ, ഇനി ഫ്രൂട്ട്സ് കച്ചവടക്കാരനായിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരും അവൻ്റെ അടിസ്ഥാന വില ലഭിക്കുന്ന രീതിയിലേക്ക്, അവൻ്റെ മാർക്കറ്റിലേക്ക്, അവൻ്റെ പ്രൊഡക്റ്റിനെ അവന് നല്ല രീതിയിലുള്ള വില നൽകി കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന FPOകൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരാണ്. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിന്റെ നേരിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ സമരം. 2022 ഓഗസ്റ്റ് 22-നാണ്. പ്രിന്റ് നോക്കൂ, 2022 ഓഗസ്റ്റ് 22-നാണ്. ഒരു മിനിറ്റ് പ്രിന്റു. 2022 ഓഗസ്റ്റ് 22-നാണ് ഇന്ന് നടന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആവശ്യങ്ങൾ അവർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അതിനുശേഷം നാളെ എത്ര കഴിഞ്ഞിട്ടുണ്ട്? ആ വിഷയത്തിന്മേൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. അനുഭാവപൂർവമായ ഒരു സമീപനവും കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയാത്ത ഘട്ടത്തിലാണ് അവർ ഇന്ന് സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. പ്രിന്റു, അപ്പോൾ ആ സമരത്തെ നിങ്ങൾ ഇങ്ങനെ നേരിടുന്നു, എല്ലാ ആവശ്യങ്ങളും നടപ്പിലാക്കി കൊടുത്തുവെന്ന് പറയുന്നു. സുഹൃത്തെ, കഴിഞ്ഞ തവണ നടന്ന കർഷക സമരത്തിലെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും സമരവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. പ്രിന്റു, നമ്മൾ അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ സമരം നടത്തുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട പേര് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്നാണ്. അപ്പോൾ അവർക്ക് മറ്റ് യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ല. കർഷകരുടെ ആവശ്യം മാത്രമാണ് അവർ മുൻനിർത്തുന്നത്. മുൻപ് എന്തൊക്കെ മുന്നോട്ട് വെച്ചോ അതൊന്നും നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കർഷകരോട് അനുഭാവം പുലർത്തുന്ന ആളുകൾ എന്ന രീതിയിലല്ലോ പ്രധാനമായി ആവശ്യം എന്താണ്? കർഷക ബില്ല് പിൻവലിക്കുക എന്നുള്ളത് പറഞ്ഞത് ശാശ്വതമായിട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന് പ്രസക്തിയില്ല. അന്നത്തെ സമരം എന്തായിരുന്നു? ആ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവർ ഉന്നയിച്ച കാര്യങ്ങളെ മുഴുവൻ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാർ. സ്വാഭാവികമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ കർഷക ബില്ല് പിൻവലിക്കുന്ന സമയത്ത് കർഷകരെ രക്ഷിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ പിൻവാങ്ങി എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. ഈ മണ്ടികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ചെയ്തത് എന്താ? ഈ കർഷക ബില്ല് പിൻവലിക്കുന്നതോടൊപ്പം ഈ മണ്ടികൾ സാധാരണ ക്രയവിക്രയം നടന്നിരുന്നത് നേരിട്ടാണ്. ഈ വലിയ വലിയ ജന്മിമാരും ഈ അടിയാളന്മാരെ പോലെ, പഴയ അടിയാള സിസ്റ്റം പോലെ ഈ ജന്മിമാരിരുന്ന് അവൻ പറയുന്ന പ്രൈസിനകത്തേക്ക് അവൻ്റെ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് വൻ കുത്തകകൾ ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു. ഇന്ന് ഈ രാജ്യത്ത് 6000-ഓളം മണ്ടികൾ ഇലക്ട്രോണിക് മണ്ടികളാണ്. നോക്കണം, ഇലക്ട്രോണിക് മണ്ടികൾ രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ്, അപ്പോഴും സാധാരണ ജനങ്ങളെ, അടിസ്ഥാന കർഷകനെ രക്ഷിച്ചതിന് ശേഷമാണ് ഈ സർക്കാർ ഈ ബില്ല് പിൻവലിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായി ബില്ല് പിൻവലിച്ചല്ലോ, അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട സമരം. ഇന്ന് കർഷകൻ ഉന്നയിക്കുന്ന ഈ ASEAN കരാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്തു ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? വിഷയമല്ല, ആധാരമായ വിഷയമല്ല. പക്ഷേ കർഷക സമരവുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അന്ന് കർഷക സമരം നടക്കുമ്പോൾ കർഷകർക്ക് എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം അതിൽ നടപ്പിലാകാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവർക്ക് അത് വീണ്ടും പറയേണ്ടി വരുന്നത്. ASEAN കരാർ അതിൽ ഒന്ന് മാത്രമാണ്. മിനിമം താങ്ങുവിലയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചോദിക്കട്ടെ പ്രിന്റു, ലഖിംപൂർ കേസിലെ കുറ്റവാളികളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു. അവർ സൗരി വിഹാരം നടത്തുകയാണ്. നോക്കൂ, ആ ദൃശ്യങ്ങളൊക്കെ പ്രിന്റുവിൽ ഓർമ്മയില്ലേ? ഒരു ജനാധിപത്യ രാജ്യം ഭീതിയോടെ കണ്ട ദൃശ്യങ്ങളിലെ പ്രതി സൗരി വിഹാരം നടത്തുകയാണ്. സെഷൻസ് കോടതി അതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സമർപ്പിച്ചിട്ടില്ല എന്ന് കോടതികൾക്ക് പറയേണ്ടി വരികയാണ്. കോടതി ജാമ്യം കോടതി ജാമ്യം അനുവദിച്ച കേസിൽ നീതിന്യായ പീഠം ചെയ്ത കേസിനകത്ത് BJPയും കേന്ദ്ര സർക്കാരും എന്ത് കുറ്റക്കാരാണ്? അതിലൊക്കെ എന്ത് ലോജിക്കാണുള്ളത്? ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കേസുകൾ, അതുമായി മരണപ്പെട്ട ആളുകളുണ്ടല്ലോ, മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ആ മരണപ്പെട്ട ആളുകൾക്ക് മുഴുവൻ 700-ഓളം പേര് പറഞ്ഞല്ലോ, ആ 700-ഓളം പേർക്ക് മരണപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. അനുഭാവപൂർണ്ണമായിട്ടാണ് ഈ കർഷകരുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ ആഗോളതലത്തിലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ താണുകേട് നിൽക്കണമെന്നാണോ പറയുന്നത്? 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാനായി വീണ്ടും അവർ സമരവുമായിട്ട് ഇറങ്ങുമ്പോൾ അവരെ ഈ നിലയിൽ നിങ്ങൾ ആക്രമിക്കുകയാണ്.
അല്ല, ആക്രമിക്കുന്നത് എവിടെയാണ് ആക്രമിക്കുന്നത്? ഞങ്ങൾ ആക്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 തവണ കേന്ദ്രമന്ത്രിമാർ അവരുടെ സമയം കഴിഞ്ഞിട്ട് ഈ കർഷകരുമായിട്ട് ചർച്ച ചെയ്യുമോ? ഇനി നാളെയും ചർച്ചയുണ്ട്. ഞാൻ പറഞ്ഞു നാളെയും ചർച്ചയുണ്ട്. അനുഭാവപൂർണ്ണം തന്നെയാണ് ഞങ്ങളുടെ കാര്യം. ഇതിൽ ഞാൻ പറഞ്ഞ ആഗോള ട്രേഡുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളിലൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും കർഷകരുടെ കാര്യങ്ങൾ അംഗീകരിക്കാനും അതിനകത്ത് സമവായം വരുത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അത് കർഷകരോടുള്ള ഞങ്ങളുടെ കരുതലാണ്. അതിൽ യാതൊരു വ്യത്യാസവും സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ മുൻപുണ്ടായിരുന്ന ബിജെപിയുടെ നിലപാട് അധികാരത്തിൽ എത്തുമ്പോൾ അത് മാറുന്നു. 1. 2, ഇറക്കുമതി തീരുവ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് നിലയിലാണ് ഇന്ന് നിങ്ങൾ അദാനിക്ക് വേണ്ടി മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിങ്ങനെ സൗകര്യപൂർവ്വം തരാതരം പോലെ മാറ്റുകയല്ലേ പ്രിന്റു? അല്പം മുമ്പ് പ്രിന്റു പറഞ്ഞില്ലേ കർഷകരെ സഹായിക്കുന്ന നടപടികൾ, FPOയുടെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, FCI എന്നൊരു സംവിധാനമില്ല ഈ രാജ്യത്ത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവിടെ അധികം വരുന്ന ഭക്ഷ്യ സാധനങ്ങൾ ഇനി മുതൽ പൊതുമാർക്കറ്റിൽ ലേലം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ ലേലത്തിൽ പങ്കുചേരാൻ അനുവാദമില്ല. അതെന്തുകൊണ്ടാണ് പ്രിന്റ് ഉണ്ടാകുന്നത്? സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളും പിന്മാറുമ്പോൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ ആരെ ലക്ഷ്യമിട്ടാണ് അപ്പോൾ നിങ്ങൾ ലേലം ചെയ്യുക? അത് സ്വകാര്യ വ്യക്തികളെയല്ലേ? ഒന്നുകൂടി പറയൂ. പ്രിന്റു, അതായത് ഈ FCI ഉണ്ടല്ലോ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള സംവിധാനത്തിൽ മുൻപ് വരെ ഇത്രയും നാൾ വരെ അവിടെ അധികം വരുന്ന സ്റ്റോക്ക്, നെല്ല്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പിന്നീട് പൊതുവിപണിയിൽ ലേലം ചെയ്യും. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് ആ ലേലത്തിൽ പങ്കെടുക്കാം. ആ തുകയ്ക്ക് അല്ലെങ്കിൽ ആ ലേലത്തുകയ്ക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് ആ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാമായിരുന്നു. ഇനി മുതൽ കേന്ദ്രത്തിന്റെ പുതിയ നിയമമാണ്. ഇനി മുതൽ അതിൽ സംസ്ഥാന സർക്കാരുകൾക്കോ സർക്കാർ ഏജൻസികൾക്കോ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ FCIയിൽ ബാക്കി വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ നിങ്ങൾ എവിടെ മാർക്കറ്റ് ചെയ്യും? അത് സ്വകാര്യ വിപണിയല്ലേ ലക്ഷ്യമിടുന്നത്? അപ്പോൾ ആരെയാണ് നിങ്ങൾ സഹായിക്കുന്നത്? സർക്കാർ അത് വാങ്ങിയാൽ നേരിട്ടെത്തുക സാധാരണക്കാരന്റെ കൈകളിലേക്കല്ലേ? സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്നത്തെ പൊതുവിപണി അനുസരിച്ചിട്ട് അത് ലേലത്തിൽ വിളിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. നമുക്കറിയാം, ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുവിപണി മേഖല കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടല്ലോ. പിന്നെ അകത്ത് സംസ്ഥാന സർക്കാരിന് പിന്നെ അതിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? ഇപ്പം ഇനി കെ റൈസ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കെ റൈസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 വർഷമായല്ലോ. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ഭാരത് റൈസിനെ പറ്റി പറയുന്ന പോലെ ഈ കെ റൈസ് കൊടുക്കാനാണെന്ന് അറിയില്ല. ഇപ്പോൾ പൊതുവിപണിയിൽ മുഴുവൻ കേന്ദ്ര സർക്കാർ തന്നെയല്ലോ ധാന്യങ്ങൾ നൽകുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏത് രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത് എനിക്കറിയില്ല. ഇത്രയും വർഷങ്ങളായിട്ട് FCI വഴി സംസ്ഥാന സർക്കാരുകൾ ലേലം പിടിച്ചു വാങ്ങിയിരുന്ന അരിയും ഗോതമ്പും ഒക്കെ പ്രിന്റുവിന്റെ വീട്ടിൽ കെ റൈസ് എന്ന പേരിൽ എത്തിയിട്ടുണ്ടോ? എന്റെ വീട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ. അല്ല, കെ റൈസ് എത്തിയില്ല. ഞാൻ കെ റൈസ് കൂടെ പറഞ്ഞു. കെ റൈസ് ഭാരത് റൈസിനെ പറ്റി കെ റൈസ് കൂടി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അല്ല പ്രിന്റു, നമ്മളതിനെ നിസ്സാരവൽക്കരിക്കേണ്ട വിഷയമല്ല പ്രിന്റു. നോക്കൂ ശ്രീ സമ്പത്ത്, അതിലൊരു കമന്റ്. മുൻപ് FCI വഴി ഇപ്പോൾ പ്രിന്റ് ചോദിക്കുന്നത് എന്തിനാണ് അവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നത്? അതെല്ലാം കേന്ദ്രം നൽകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കേന്ദ്രം നൽകിയത് എത്രമാത്രം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല FCI പോലുള്ള സംവിധാനങ്ങളിലെ ലേലത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്മാറേണ്ടി വരുമ്പോൾ അത്യധികമായതിന്റെ ഗുണമാർക്കാണ് ശ്രീ സമ്പത്ത്? ആർക്കാണ് എത്താത്തത്? കേന്ദ്ര സർക്കാരിന്റെ ധാന്യങ്ങൾ ഈ കേരളത്തിൽ എത്താത്തത് ആർക്കാണ് എത്താത്തത്? കേന്ദ്ര സർക്കാരിന്റെ ധാന്യങ്ങൾ പ്രിന്റ് സ്വാഭാവികമായും ഈ FCIയിലെ ലേലത്തിൽ പങ്കെടുത്ത സംസ്ഥാന സർക്കാർ വാങ്ങുന്ന ഭക്ഷ്യധാന്യം എത്തുക സാധാരണക്കാരന്റെ കയ്യിലേക്കാണ്. സ്വകാര്യ വ്യക്തികൾ അവിടെ ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമ്പോൾ അത് എത്തില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ശ്രീ സമ്പത്ത് കൂട്ടിച്ചേർത്തോളൂ. ഞാൻ വേറെ രാഷ്ട്രീയ തർക്കത്തിനൊന്നുമല്ല. കാരണം ഈ ഒരു ഡിസ്കഷൻ ഇത് തുടർന്ന അത്തരത്തിൽ തന്നെ അതൊരു പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ വരട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ പറയുകയാണ്. പ്രിന്റുവിനോടുള്ള എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും ഞാൻ പറയട്ടെ. ഈ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭക്ഷ്യ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭേദഗതി നിർദ്ദേശിക്കുകയും അങ്ങനെ പാർലമെൻറ്റ് 2-3 മണിക്കൂർ നേരം തുടരെ എൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിടുക, തള്ളുക, ഇങ്ങനെ പല കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അതിൽ പലതരം BJP അംഗങ്ങൾ പോലും അതിനോട് അവർക്ക് ഉള്ളുകൊണ്ട് യോജിപ്പുണ്ടായിരുന്നെങ്കിലും BJPയിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് അനുകൂലിച്ച് വോട്ടും ചെയ്തില്ല. അത് വേറെ കാര്യം. ഇവിടെ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന FCI നിലവിൽ വന്നത് ഇന്ത്യ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും ഭക്ഷ്യക്കരുതലിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ എല്ലാം ഞങ്ങൾ വന്നതിന് ശേഷമാണ് എന്നുള്ള നിലയിലേക്ക് പറയുകയാണെങ്കിൽ ഇനി വേണമെങ്കിൽ പറയുക, ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിലാണ് ഇത് വന്നതെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചുകൊള്ളുക. കുറ്റം. 1965 അത് നിലവിൽ വന്നതിന് ശേഷം ഇന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് വളർത്തിക്കൊണ്ടുവന്നത്. ഒരു കാലത്ത് ആ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഏതാണ്ട് 80,000-ഓളം ജീവനക്കാരും 4 ലക്ഷത്തിലധികം കയറ്റിറക്ക് തൊഴിലാളികളും ഉണ്ടായിരുന്നതാണ്. പിന്നെ കരാർ തൊഴിലാളികളായും അങ്ങനെ വേറെ തൊഴിലാളികൾ ഉള്ളത് വേറെയും ലക്ഷക്കണക്കിന്.
ചൈന കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇങ്ങനെ ബഫർ സ്റ്റോക്ക്, ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ അങ്ങനെ ശേഖരിക്കുക, അതിൻ്റെ ചുമതലകൾ ഇത്രയാണ്: പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് താഴെത്തട്ടിലെ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റേതല്ല, സംസ്ഥാന സർക്കാരുകളിലേക്കും മറ്റു വിധത്തിലും ഇന്ത്യ ഗവൺമെൻറ് നിയോഗിക്കുന്ന അസൈൻമെൻറ്റ് നിർവഹിക്കുക. 4 ചുമതലകളാണ് FCIക്ക് പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്റ്റിൽ പറയുന്നത്. ഇന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അവസ്ഥ എന്നത് ജീവനക്കാരുടെ എണ്ണം എന്നത് ഏതാണ്ട് 30,000 ചുരുങ്ങി. പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ വർഷങ്ങളായി നടക്കുന്നില്ല. 1. 2, തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വെട്ടിച്ചുരുക്കലുകൾ ഉണ്ടായി. അടുത്തത് ഇതിനേക്കാൾ ഭീകരമാണ്. FCIയുടെ ഗോഡൗണുകൾ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മിക്കവാറുമെല്ലാം റേക്ക് പ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് റേക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ഗുഡ്സ് വാഗൺ, ചരക്കു തീവണ്ടിയിൽ 44 വാഗണുകളെങ്കിലും കണക്ട് ചെയ്യുന്നതാണ് ഒരു റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റേക്ക് വന്നു നിൽക്കാൻ കഴിയുന്ന റേക്ക് പ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ളതാണ് ഇന്ത്യയിലെ മിക്കവാറും ഈ ബഹുഭൂരിഭാഗവും ഈ FCIയുടെ ഗോഡൗണുകൾ. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ FCIയുടെ ഗോഡൗണുകൾ, നിരവധി ഗോഡൗണുകൾ ലീസിന് കൊടുത്തു. ഞാൻ വരാം, ഡോക്ടർ സമ്പത്തിലേക്ക് വരാം. പ്രിന്റു ദയവായി തുടരുക. ചർച്ചയിലേക്ക് വീണ്ടും. പ്രിന്റു തന്നെ പറഞ്ഞതുപോലെ നാളെയും ഇനിയിപ്പോൾ ചർച്ച തുടരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ 5.25 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സമരത്തിലേക്ക് അവർക്ക് വരേണ്ടി വരുന്നത്. ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം ജയിലാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ദില്ലി സർക്കാരിന് അവരത് ചെയ്തതുമില്ല. അപ്പോൾ ഇനി സമരം തുടരുകയാണെങ്കിൽ ഇന്നത്തതിനേക്കാൾ മോശമായ നിലയിലാണോ കർഷകരെ കൈകാര്യം ചെയ്യുക? അല്ല, ഞങ്ങളങ്ങനെ കർഷകരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. ഒരു കരുതൽ എന്ന രീതിയിൽ അവിടെ സകല സന്നാഹങ്ങളും ഒരുങ്ങിയെന്നുള്ളൂ. കാരണം ഡൽഹി പോലെയുള്ള ഒരു സ്ഥലം, നമുക്കറിയാം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. പഞ്ചാബിൽ നിന്ന്, കാരണം പഞ്ചാബ് ഇപ്പോൾ ഭരിക്കുന്ന ആം ആദ്മി ആയതുകൊണ്ട് ആം ആദ്മിയുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് സമരക്കാർക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഡൽഹിയിലേക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസൃതമായിട്ട് ഒരു കരുതൽ എന്ന രീതിയിൽ, അത് എല്ലാ കാലഘട്ടത്തിലും, അത് നരേന്ദ്രമോദി സർക്കാർ മാത്രമല്ല, അത് UPA സർക്കാർ ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളുടെ ഈ UPA സർക്കാർ വരുന്ന സമയത്ത് നമ്മളുടെ അണ്ണ ഹസാരെ അടക്കമുള്ള ആളുകൾ സമരം ചെയ്ത സമയത്ത്, നമ്മുടെ സ്വാമി രാംദേവ് അടക്കമുള്ള ആളുകൾ സമരം ചെയ്ത സമയത്ത് ഒരുപാട് സ്റ്റേഡിയങ്ങൾ ജയിലാക്കിയിട്ട് അവരൊക്കെ താമസിപ്പിച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഡൽഹി പോലെയുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്ന സ്വാഭാവിക നടപടികൾ മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതുള്ളൂ. കാരണം കഴിഞ്ഞ ഒരു സമരത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ നമുക്കറിയാമല്ലോ, അതിൽ അവസാനം ഏത് രീതിയിലേക്കൊക്കെയാണ് മാറിയത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു മുൻകരുതൽ, അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായി മാത്രമേ അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിന്റു നോക്കൂ, ഇപ്പോൾ ഇത് വളരെ നിസ്സാരവൽക്കരിച്ച് ലളിതവൽക്കരിച്ചൊക്കെ പ്രിന്റു പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കണ്ട ദൃശ്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മളത് തത്സമയം കാണുക കൂടിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ മുള്ളുവേലി തീർക്കുക, അല്ലെങ്കിൽ ഈ ആണി തറച്ച ഇടങ്ങൾ തീർക്കുക, അവർ നടക്കുന്നിടത്ത് ആണി തറക്കുക, ഇതൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതല്ല പ്രിന്റു. അതുകൊണ്ടാണ് ആ ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത്. പ്രിന്റു മറ്റൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ കർഷക സഹായകരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. 2016 ശേഷം ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒളിച്ചുകളി? അല്ല, കർഷകർ ആത്മഹത്യ ചെയ്ത കണക്കുകളൊക്കെ നമ്മൾ കേരളത്തിൽ തന്നെയാണല്ലോ. ഈ അടുത്ത ഈ നമ്മുടെ സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തല്ലേ പ്രസാദ് ആത്മഹത്യ ചെയ്തത്? അതും ഈ കണക്കിൽ പെടുമല്ലോ. പ്രസാദ് കുട്ടനാടിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ്? കേരള സർക്കാരിന് പിടിപ്പീട് കൊണ്ടാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾ എല്ലാ സ്ഥലങ്ങളിലും ആത്മഹത്യകൾ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ട് കണക്കുകളില്ലെന്ന് പറയാനില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കണക്കുകളൊക്കെ അറിഞ്ഞിരുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളായിരുന്നു 2016 ശേഷം. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഈ രാജ്യത്തില്ല പ്രിന്റു. അല്ല, ഈ സാഹചര്യത്തിനനുസൃതമായിട്ട് ഈ കണക്കുകളും ക്രൈം റെക്കോർഡ്സൊക്കെ അതത് സാഹചര്യങ്ങൾ, അതത് സർക്കാരുകൾ അത് കൃത്യമായിട്ട് അത് പറയാറുണ്ട്. അത് ചില സാഹചര്യങ്ങൾ അത് ഇല്ലാത്തത് കൊണ്ട് അത് വരില്ല എന്നുള്ളൊരു അർത്ഥമില്ലല്ലോ. അതൊക്കെ വരും, സ്വാഭാവികമാണ്. പിന്നെ എല്ലാ സമയത്തും കൃത്യമായിട്ട് എല്ലാ മാസത്തിലും ഈ ക്രൈം റെക്കോർഡൊക്കെ പറയണമെന്നതിലും അങ്ങനെയൊന്നും ഒരു ചട്ടമൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് എത്ര ആത്മഹത്യ നടക്കുന്നുണ്ട് നമുക്കറിയാലോ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടനാട്ടിൽ ഈ കേരള സർക്കാരിൻ്റെ പിടിപ്പ് കൊണ്ട് പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ സർക്കാരിനെതിരെ എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമ്മുടെ കൈകളിലുണ്ടല്ലോ. പ്രിന്റു നോക്കൂ, ഈ കുട്ടനാട് മാത്രമല്ലല്ലോ ഇന്ത്യ എന്നുള്ളതാണ് ഈ പ്രശ്നം പ്രിന്റു. അതാണ് ഞാൻ അതിനകത്ത് ആവർത്തിച്ച് ചോദിക്കാൻ കാര്യവും. മറ്റൊരു കാര്യം പ്രിന്റു പറഞ്ഞതുപോലെ ഈ സമര ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മിനിമം താങ്ങുവിലയാണ്. അതിൽ എത്രമാത്രം അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്? കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുക പ്രധാനപ്പെട്ട ആവശ്യം അവർ മുന്നിലേക്ക് വെച്ചിരുന്നു. ആ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്?
തീർച്ചയായും കർഷകരുടെ അത് അനുഭവമായിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രിന്റോട് പറയുന്നുണ്ട് അനുഭവപൂർവ്വമായി സമീപിക്കും, പരിഗണിക്കും. തിരുത്തുണ്ട്. ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അവർ സമരത്തിലേക്ക് വരില്ലല്ലോ പ്രിന്റോ. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ഉദ്ദേശവുമില്ലാതെ എല്ലാം ഞങ്ങൾ പരിഗണിക്കാം, എല്ലാം ഞങ്ങൾ ശരിയാക്കി നാളെയും ചർച്ചയുണ്ടല്ലോ. അല്ല അല്ല ഞാൻ പറയും താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിസ്ഥാന കർഷകർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല രീതി താങ്ങുവിലയുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 50% കൂടുതൽ നൽകണമെന്നുള്ളതാണ്. അതിൻ്റെ മാർക്കറ്റ് റേസിനേക്കാൾ 50% അധികം നൽകണമെന്നുള്ള ഒരു വസ്തുതയാണ് അവർ പറയുന്നത്. ആ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടൊരു സർക്കാർ എന്ന രീതിയിൽ അത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഈ സമ്പത്ത് സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഞാൻ അതിലേക്ക് ഞാൻ വിട്ടുപോകും. അദ്ദേഹം പറഞ്ഞു ഈ രാസവള സബ്സിഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റിദ്ധാരണ. നിങ്ങൾ നോക്കൂ, അമോണിയം സൾഫേറ്റിന് ഇന്ന് ആഗോള മാർക്കറ്റിൽ 4000 രൂപയ്ക്കാണ് കിട്ടുക. അതേസമയത്ത് ഇന്ന് ഇന്ത്യയിൽ 1200 രൂപയ്ക്ക് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന വളം നൽകും. ഇത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാരതം മുഴുവൻ നൽകുന്നത്. എന്നാൽ ഈ കേരളത്തിൽ ഇതിന് അട്ടിമറിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? രാസവള മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ബയോമെട്രിക് സംവിധാനം ഇതുവരെ നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം നോക്കൂ, അപ്പോൾ രാസവളവുമായി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി തിരുത്തുണ്ട്. ഇന്ന് 1200 രൂപയ്ക്ക് ഇവിടുത്തെ സാധാരണ കർഷകന്, ഇത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് 3200 രൂപയായിരുന്നു. നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന് പിന്നെ നോക്കൂ, കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ നോക്കൂ. കിസാൻ ക്രെഡിറ്റ് കാർഡ് വെറും കാർഡായിട്ടായിരുന്നു UPA സർക്കാരിൻ്റെ സമയത്ത് കർഷകൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇന്ന് കർഷകന് 135 ലക്ഷം കോടി രൂപയുടെ കിസാൻ ക്രെഡിറ്റ് കർഷകന് വായ്പ നൽകിയിട്ടുണ്ട്. 135 ലക്ഷം കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടെ കർഷകരെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇന്ന് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരു കരുതൽ നടപടിയുടെ ഭാഗമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ എ സമ്പത്ത്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചർച്ചയുടെ അവസാന മിനിറ്റുകൾ ചേരുകയാണ്. ശ്രീ സമ്പത്ത്, മുൻപ് FCIയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത്. അതങ്ങനെ മുറിഞ്ഞു പോകുകയും ചെയ്തു. പ്രിന്റ് ഇപ്പോൾ അവസാന മിനിറ്റുകളിൽ പറഞ്ഞത് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് ചേർത്ത് ഒരു മറുപടി. ശ്രീ സമ്പത്ത്, മുൻപ് താങ്കൾ FCIയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് താങ്കൾ പറഞ്ഞത് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നത്. ഇപ്പോൾ പ്രിന്റു ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ സമരത്തെ, ഇന്ന് ദില്ലിയിൽ കണ്ട എല്ലാ രംഗങ്ങളെയും അത് മുൻകരുതൽ എന്ന നിലയിൽ തന്നെ ആവർത്തിക്കുന്നു. ഇനിയിപ്പോൾ നാളത്തെ ചർച്ച പരാജയമെങ്കിൽ കർഷകർ സമരം തുടർന്നാൽ ഈ മുൻകരുതൽ ഏത് നിലയിൽ കേന്ദ്ര സർക്കാർ തുടരും എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യ ഗവൺമെന്റ് ഈ ജനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുമല്ലോ, ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പോൾ BJPയുടെ വക്താക്കളെല്ലാം പറയുന്നത് എന്താണ്? നിങ്ങൾ കഴിക്കുന്ന അരി, ആ അരി ഞങ്ങൾ നൽകുന്നതാണ്. ഇനി ആ അരിയിൽ ഇനി വേണമെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും ഇത് ചാക്കിൽ അവരുടെ ഈ ചിത്രം തന്നെ ആലേഖനം ചെയ്ത് അതിന് വേണമെങ്കിൽ സെൽഫി പോയിന്റ്, നമ്മുടെ റേഷൻ കടകളിലെല്ലാം സെൽഫി പോയിന്റുകൾ വെക്കണമെന്നുള്ള നിലയിലാണല്ലോ പറയുന്നത്. അരിയെല്ലാം തരുന്നത് ഞങ്ങളാണ്, അങ്ങനെ ഇതെല്ലാം അത്തരത്തിൽ പറയാം. അപ്പോൾ ഈ ഇന്ത്യ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഈ ആത്മഹത്യാ നിരക്കുകളെ സംബന്ധിച്ചുള്ളത് പലതും മൂടി വയ്ക്കുമ്പോൾ തന്നെ ഞാനൊരു കണക്ക് പറയാം. ഇതൊന്ന് ഈ കാര്യത്തിൻ്റെ പ്രിന്റും അടക്കം ഒന്ന് കേട്ടതിന് ശേഷം ഈ കാര്യത്തിൽ വീണ്ടും നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ അത് ജനങ്ങളോട് പറയാം. 11,290 കർഷക ആത്മഹത്യകളാണ് ഈ കഴിഞ്ഞ ഒരു കലണ്ടർ വർഷത്തിൽ നടന്നതായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 4-നാണ് ആ കണക്ക് വന്നത്. അതിനുശേഷമുള്ളതിന്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. അതിന് തൊട്ട് മുന്നേ വർഷത്തിൽ നിന്ന് 3.7% വർധനവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഇതില് 10,281 കേസുകൾ അത് സംബന്ധിച്ചുള്ളത്. ഇത് 2020 നിന്ന് ഉണ്ടായിട്ടുള്ളത്, 2021 ആയപ്പോൾ വർധനവ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള വർധനവ്. ഏറ്റവും കൂടുതൽ ഈ കർഷക ആത്മഹത്യകൾ നടന്നത്, അതിൽ വർധനമുണ്ടായിട്ടുള്ളതും മഹാരാഷ്ട്രയിലാണ്. 4,248 കർഷകരാണ് അത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ളതിൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം കർണാടകമാണ്, ആന്ധ്രാപ്രദേശാണ്, മധ്യപ്രദേശാണ്. ഉത്തർപ്രദേശിലാകട്ടെ കർഷക ആത്മഹത്യകളിൽ ഒരു വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉത്തർപ്രദേശിൽ ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള ജമ്പ് ഉണ്ടായിട്ടുള്ളത്. 42.13% വർധനമാണ് കർഷക ആത്മഹത്യയിൽ ഉണ്ടായത്. രണ്ടാമത്തേത് അടുത്തത് ഛത്തീസ്ഗഡിലാണ്, 31.65% വർധനമാണ്. മൂന്നാമത്തേത് ആന്ധ്രാപ്രദേശാണ്. ഇത്തരത്തിലാണുള്ളത്. അതേസമയം കേരളത്തിൽ കർഷക ആത്മഹത്യാ നിരക്ക് കുറഞ്ഞതായിട്ടാണ് കണക്ക്. ഈ കണക്ക് ഏതെന്ന് പറയാം, ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് തന്നെയാണ്. എന്റെ കണക്ക് മാത്രമായി കരുതേണ്ടതില്ല.
ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്നത് പോലെ ഇനി വിൽക്കാനുള്ളത് നമ്മുടെ ഭക്ഷ്യധാന്യ മേഖലയാണ്, നമ്മുടെ കാർഷിക മേഖലയാണ്. അവിടെ കൃഷിക്കാരുടെ കൃഷിഭൂമി അടക്കമാണ്. അത് പിടിച്ചെടുക്കുക, അത് പിടിച്ചെടുത്താൽ വിളവ് പിടിച്ചെടുക്കുക എന്നർത്ഥം. വിളവ് പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഉൽപ്പന്നം പിടിച്ചെടുക്കുക എന്നർത്ഥം. അതിന്റെ അർത്ഥം മാർക്കറ്റിലേക്ക് ഇത് എത്തിക്കുന്നതിന് നമുക്ക് ഈ വലിയ കോർപ്പറേറ്റ് ഹൗസുകളുടേതായിട്ടുള്ള ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിലേക്ക് യൂണിയൻ ഗവൺമെന്റ് മാറുക എന്നതാണ് അതിന്റെ അർത്ഥം. ഇത് അപകടകരമായ പോക്കാണ്. ഈ ചർച്ച നടത്തി കൃഷിക്കാരുമായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ചർച്ചകളിൽ ഉറപ്പ് നൽകിയ കാര്യങ്ങൾ അത് നിർബന്ധമായി നടപ്പാക്കും. ആ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ മേലെടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകൾ അടിയന്തരമായി പിൻവലിക്കുകയും അത് പിൻവലിക്കാൻ കഴിയാത്തതായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ്, കൊലപാതക ശ്രമം നടത്തി ഗുരുതരമായ കുറ്റകൃത്യമാണ്. സെഡിഷൻ ലോയൊക്കെ ആരുടെ മേലും ആരോപിക്കാം. IPC 124 ആരുടെ മേലും സ്ലാപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റം ആലോചിക്കാം. കോഗ്നൈസബിൾ ഓഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്. അതൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ സർക്കാർ ഉദ്യോഗം നടക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. ഇതെല്ലാം പിന്തുണയ്ക്കുക. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ഏർപ്പാടുകളുണ്ടല്ലോ. നമുക്ക് അത്തരത്തിൽ അഭികാമ്യമായ കാര്യം. ഇതെന്താ പറയുന്നതെന്നറിയാമോ? ലോകത്ത് ഒരു രാജ്യത്ത് മാത്രമാണ് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പടം കോവിഡ് വാക്സിനേഷൻ നടത്തിയതിനു ശേഷം സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചു കൊടുത്തത്. അല്ലാതെ കോവിഡ് വാക്സിനേഷൻ നടത്തിയ എന്റെ കുടുംബാംഗങ്ങളുടെ പടമല്ല സർട്ടിഫിക്കറ്റിൽ തന്നത്. ഇവിടെ ഇത്തരത്തിൽ ലോകത്ത് ഏത് രാജ്യത്താണ് നടക്കുക? ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അതൊരു ഏകാധിപത്യപരമായിട്ടുള്ള നടപടികളുടെ ഭാഗമല്ല ഇത്തരത്തിലുള്ള കാര്യം. അല്പത്തരം എന്ന് ഞാൻ പറയുന്നില്ല, അതാണ് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒരു ഗവൺമെന്റ് അതിന്റെ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ആ ഉത്തരവാദിത്വം ജനങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഉത്തരം പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരും പോകും, അത് വേറെ കാര്യം. പക്ഷേ കൃഷി എന്നത്, ഞാൻ ആവർത്തിക്കുന്നു, അന്തരിച്ചു പോയ ഹേലി സാറിനോട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി കൃഷി ഒരു പൂജയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ കർഷകർ, ആ കർഷകർ നമുക്ക് അന്നം നൽകുന്ന, നമ്മളെ വളർത്തുന്ന, നമ്മളെ നിലനിർത്തുന്നതായിട്ടുള്ളവര് അവരാണ്. ആക്ഷേപിക്കരുത്, നിന്ദിക്കരുത്, അപഹസിക്കരുത്, രാജ്യദ്രോഹികളായി മുദ്രകിട്ടരുത്. അവരെ ബഹുമാനിക്കണം. അവരുടെ വിയർപ്പിന്റെ ഗന്ധമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ ഭക്ഷണം ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ മറ്റ് വിദേശ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ വീണ്ടും നമ്മൾ ഭിക്ഷ യാചിക്കാനായി പോകേണ്ടുന്ന ഗതികേടിലേക്ക് വരും. കൃഷിപ്പണിയിൽ നിന്ന് ആളുകൾ പോയാൽ, പുതിയ തലമുറ കൃഷിപ്പണിയിൽ നിന്ന് പോയാൽ എന്താവും? ആലോചിച്ച് നോക്കും. കൃഷിക്കാരെ എങ്ങനെയാണ് ഗവൺമെന്റ് നേരിടുന്നത് എങ്കിൽ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളവരും അത്തരത്തിൽ പുതിയ തലമുറയിൽപ്പെട്ടവരുമൊന്നും കൃഷിപ്പണിയിലേക്ക് വരാതിരുന്നാലുള്ള അവസ്ഥ എങ്ങനെയിരിക്കും? ഇത് അത്തരത്തിലുള്ള ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇങ്ങനെയാണ് നേരിടുന്നത്. സഹായിച്ചില്ല എങ്കിലും ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നാലുള്ള അവസ്ഥ എങ്ങനെയിരിക്കും? ലോകത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ കൃഷിക്കാരെ ഇങ്ങനെ നേരിട്ട ചരിത്രമുണ്ടോ? ഉള്ളത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് മാത്രമാണ്. അല്ലാതെ ലോകത്തിൽ ജനാധിപത്യ വ്യവസ്ഥ നിലവിലുള്ള ഒരു രാഷ്ട്രങ്ങളിലും കൃഷിക്കാരോട് ഈ വിധത്തിലുള്ള നിലപാട് കൈക്കൊണ്ടിട്ടില്ല, കൈക്കൊള്ളുകയുമില്ല. കോളനി വാഴ്ചക്കാലത്ത് മഹാദേവ, ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ചർച്ച ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഐതിഹാസികമായ മറ്റൊരു സമരത്തിലേക്ക് കൂടി രാജ്യം പോകുന്നു. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വർഗ സമരത്തിന് വീണ്ടും രാജ്യം സാക്ഷിയാകുമ്പോൾ അതിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളാണ്, നയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ നന്ദി രണ്ടുപേർക്കും ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.